എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. 2025 IPL മുന്നോടിയായിട്ട് മെഗാ താരലേലം നടക്കാൻ പോവുകയാണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ IPLൻ്റെ പകുതിയിൽ വെച്ച് തന്നെ അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോഴത്തെ IPLനെ സംബന്ധിച്ച് കുറേ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പ്രചരിക്കുന്നുണ്ട്. കാരണം 2025 IPLന് മുന്നോടിയായിട്ട് മെഗാ താരലേലം ഫിക്സർ ചെയ്യപ്പെട്ടപ്പോൾ തന്നെ ഒരുപാട് താരങ്ങളുടെ പടിയിറക്കവും അല്ലെങ്കിൽ പുതിയ ടീമുകളിലേക്കുള്ള ചേക്കേറ്റവുമൊക്കെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന വണ്ണം റിട്ടൻഷൻ പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റിന് വേണ്ടി ടീമുകൾ അത് 4 നിന്നും 8 ഉയർത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ട് IPL സംഘാടകർക്ക് കത്തൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു അന്തിമ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ജൂലൈ 30-31 തീയതികളിലായിട്ട് IPL സംഘാടകർ ടീം ഉടമകളുമായിട്ട് ഒരു മീറ്റിംഗ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. എത്രയായിരിക്കും IPL 2025 പ്ലെയർ റിട്ടൻഷൻ ലിസ്റ്റ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കുറേ ദിവസങ്ങളായി വാർത്താമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നൊരു അപ്ഡേറ്റ് തന്നെയാണ് രോഹിത് ശർമ്മ, അതോടൊപ്പം തന്നെ KL രാഹുൽ, ഋഷഭ് പന്ത് തുടങ്ങിയ താരങ്ങളെ സംബന്ധിച്ച്. നമുക്കറിയാം, കഴിഞ്ഞ IPLലായിരുന്നു രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി മുംബൈ ഇന്ത്യൻസ് മാറ്റിയത്. ഹിറ്റ്മാന് പകരം ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാപ്റ്റൻസി നഷ്ടപ്പെട്ട രോഹിത് മുംബൈ വിടുമെന്ന തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ട്. അത് ഏതാണ്ട് ഏറെക്കുറെ സത്യം തന്നെയായിരുന്നു. കഴിഞ്ഞ സീസണിൽ തന്നെ പല വമ്പൻ ടീമുകളും രോഹിത്തിനെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും സീസണിൻ്റെ അന്തിമഘട്ടത്തിലായാലും അത് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം IPL 2025 മുന്നേ അല്ലെങ്കിൽ IPL മെഗാ താരലേലത്തിൽ മുംബൈ ഇന്ത്യൻസിൽ നിന്നും രോഹിത് ശർമ്മ പടിയിറങ്ങിയേക്കും. ഇപ്പോൾ തന്നെ രോഹിത്തിന് വേണ്ടി പഞ്ചാബ്, ഡൽഹി തുടങ്ങിയ ടീമുകൾ സന്നദ്ധത അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. സോ വരാൻ പോകുന്ന IPLന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ വരുന്ന താരലേലത്തിൽ തന്നെ രോഹിത് ശർമ്മ മറ്റൊരു അല്ലെങ്കിൽ പുതിയൊരു IPL ഫ്രാഞ്ചൈസിയിലേക്ക് പോകുന്നതായിരിക്കും. മറ്റൊരു താരമാണ് KL രാഹുൽ. നമുക്കറിയാം, ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ നായകനായിട്ട് കഴിഞ്ഞ 2 സീസണുകളിലും കളിച്ച KL രാഹുൽ പക്ഷേ ലക്നൗവിന് വേണ്ടി 2 തവണ അവരെ സെമിയിൽ എത്തിച്ചെങ്കിൽ പോലും കഴിഞ്ഞ സീസണിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു. സോ ക്യാപ്റ്റൻസി പ്രഷറൊക്കെ കാരണം തന്നെ KL രാഹുലിന് ബാറ്റിങ്ങിലും അത്ര ശോഭിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. സോ അതിനാൽ തന്നെ ഇപ്പോൾ KL രാഹുലും ലക്നൗ വിടാൻ പോവുകയാണ്. കഴിഞ്ഞ സീസണിൽ തന്നെ അദ്ദേഹം അവസാന ലാപ്പിലേക്കൊക്കെ ആയപ്പോൾ ലക്നൗവിൻ്റെ ഓണറായിട്ടുള്ള സഞ്ജീവ് ഗോയങ്കയും അതുപോലെ തന്നെ KL രാഹുലും തമ്മിലുള്ള ചില പ്രസ്താവനകൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. സോ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന വണ്ണം ഇപ്പോൾ KL രാഹുലും ലക്നൗ സൂപ്പർ ജയൻസ് വിടാൻ പോവുകയാണ്. ലക്നൗവിനെ ഒരു പക്ഷേ നമുക്ക് അടുത്ത സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ നായകനെ കണ്ടേക്കാം. കാരണം ഫാഫ് ഡുപ്ലസി IPL മതിയാക്കി പോവുകയാണ്. സോ അതിനാൽ തന്നെ വിരാട് കോഹ്ലി ഇനി RCBയുടെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തെങ്കിലും സോ കർണാടക ലോക്കൽ ബോയ് ആയിട്ടുള്ള KL രാഹുൽ RCBയുടെ മുൻ താരത്തെ കൂടാരത്തിലേക്ക്, ഒരു ഫ്രീ ഏജൻറ്റ് കൂടാരത്തിലേക്ക് എത്തിച്ചാൽ RCBയെ സംബന്ധിച്ച് അതൊരു ക്യാപ്റ്റൻസി ഓഫർ കൂടി ചെയ്താൽ അതൊരു RCBയെ സംബന്ധിച്ചൊരു ഇന്ത്യൻ ക്യാപ്റ്റനെ എത്തിച്ച് കൊണ്ടൊരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചേക്കും. സോ അതിനാൽ തന്നെ KL രാഹുൽ ഒരു പക്ഷേ അടുത്ത IPL താരലേലത്തിന് മുന്നോടിയായി തന്നെ റോയൽ ചലഞ്ചേഴ്സിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ്. നമുക്കറിയാം, കർണാടക ലോക്കൽ ബോയ് ആണ് KL രാഹുൽ. അതോടൊപ്പം തന്നെ ഫാഫ് ഡുപ്ലസി കഴിഞ്ഞ IPL സീസണിലൊക്കെ RCBയെ നയിച്ച ഡുപ്ലസി IPL മതിയാക്കി പോവുകയാണ്. സോ അതിനാൽ തന്നെ വിരാട് കോഹ്ലി ഇനി RCBയുടെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തേക്കില്ല. ഒരു മികച്ച ഒരു ഇന്ത്യൻ ക്യാപ്റ്റനെയാണ് RCB കഴിഞ്ഞ സീസൺ മുതൽ തന്നെ തേടിക്കൊണ്ടിരുന്നത് ഫാഫിന് പകരക്കാരനായി. സോ ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ലോക്കൽ ബോയ് കൂടിയായിട്ടുള്ള അവരുടെ മുൻ താരം KL രാഹുൽ. അത് നമ്മൾ ലക്നൗ സൂപ്പർ ജയൻസിന് 2 സീസണുകളിൽ IPLൻ്റെ പ്ലേ ഓഫിൽ എത്തിച്ച ക്യാപ്റ്റൻ കൂടിയാണ് KL രാഹുൽ. ഇനി മറ്റൊരു താരമാണ് ഋഷഭ് പന്ത്. ഏതാണ് ശ്രേയസ് അയ്യർ മതിയാക്കി പോയപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ഋഷഭ് പന്ത് പക്ഷേ ഒരു സീസണിൽ പോലും DCക്ക് വേണ്ടി ഒരു കപ്പ് നേടിക്കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു മികച്ച പ്രകടനത്തിൽ അല്ലെങ്കിൽ മികച്ചൊരു ഫിനിഷിലേക്ക് ടീമിനെ എത്തിക്കാനോ പന്തിന് സാധിച്ചിട്ടില്ല. സോ ഇപ്പോഴത്തെ ഋഷഭ് പന്തും അങ്ങനെ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് വിട്ടേക്കുമെന്ന തരത്തിലാണ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുള്ളത്. ഒരു പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ഋഷഭ് പന്ത് പോയേക്കാം. കാരണം മഹേന്ദ്ര സിംഗ് ധോണി അദ്ദേഹത്തിൻ്റെ അവസാന IPLനെ കുറിച്ച് ഡിസിഷനൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ഒരു പക്ഷേ ധോണിക്ക് പകരക്കാരനായിട്ട് CSKയിലേക്ക് ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ടുള്ള ഋഷഭ് പന്ത് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ്. DCക്ക് വേണ്ടി അത്ര മികച്ച പ്രകടനമല്ല ക്യാപ്റ്റൻ എന്ന നിലയിൽ പന്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ ഡൽഹി ക്യാപിറ്റൽസ് നമുക്കറിയാം, ഡൽഹിയുടെ പരിശീലകനായിരുന്ന റിക്കി പോണ്ടിങ്ങും അദ്ദേഹത്തെ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് DC പരിശീലക കസേരയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഒരു സമ്പൂർണ്ണ അഴിച്ചുപണിക്കാണ് ഡൽഹി ക്യാപിറ്റൽസ് IPL 2025 ആദ്യ കപ്പെന്ന മോഹം താലോലിച്ചുകൊണ്ട് നടത്താൻ പോകുന്നു. സോ അതിൻ്റെ പ്രധാന പടി എന്നവണ്ണം റിക്കി പോണ്ടിങ്ങിനെ അവരുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു.
ഇപ്പോഴത്തെ ഋഷഭ് പന്ത് കൂടി DC വിടാൻ പോവുകയാണ്. പന്തിനെ തേടി വമ്പൻ ടീമുകൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ധോണിയുടെ പകരക്കാരനായിട്ട് CSKയിലേക്കായിരിക്കും ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ചേക്കേറാൻ പോകുന്നത്. ഇതാണ് IPL 2025 സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറിൽ വന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്. ജൂലൈ 30-31 തീയതികളിലായിട്ട് നമുക്ക് IPLൻ്റെ 2025 താരലേലത്തിലുള്ള ഒഫീഷ്യൽ റിട്ടൻഷൻ ലിസ്റ്റ് അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങൾ അല്ലെങ്കിൽ IPL താരലേലത്തിൽ ഒരു വമ്പൻ മാറ്റങ്ങൾ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ കായിക വാർത്തകൾക്കും വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.